ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. ഇത് ഇഞ്ചി, കറിവേപ്പില, ഇത് വറ്റൽമുളക്, ഇത് പച്ചമുളക്, ഇത് സബോള, ഒരു പകുതി സബോള. ഞാൻ കുറച്ച് റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണേ. പിന്നെ കടുക്. പിന്നെ എന്നാൽ നമുക്ക് തുടങ്ങാം, ഉണ്ടാക്കാം. ഹലോ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി കടുക് ഒരു അര സ്പൂൺ ഇടാം. ഹലോ, കടുക്, സബോള, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിക്കാൻ പോണേ. അല്ലാതെ പച്ചവെള്ളം ഒഴിക്കരുത് ഒരിക്കലും. തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പുമാവിൽ തണുത്ത വെള്ളം ഒഴിച്ചാൽ പച്ച ചുവ വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളമേ ഒഴിക്കാവൂ. അപ്പോൾ ഉപ്പിട്ടിട്ട് ഇതേ കണ്ട, ഇതേപോലെ വെള്ളം തിളയ്ക്കണം. തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. എന്നാലും ഒന്നും കൂടെ നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചില്ലെങ്കിൽ പച്ച ചുവ വരും. അതാണ്. ഇനി നമുക്കിത് റവ ഇടാം. പണ്ടൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അമ്മമാർ ചെയ്യണത് ഇങ്ങനെയല്ലേ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വറുത്ത ആൾക്കാർ തിളപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കടുക് മണി പോലെ ഇരിക്കും ഉപ്പുമാവ്. അങ്ങനെ ഉണ്ടാക്കാൻ എനിക്കറിയാം. പക്ഷെ ഞാനിതിപ്പോൾ എനിക്കിത്തിരി വെള്ളത്തോട് കൂടി ഉണ്ടാക്കണതാണ് ഇഷ്ടം. വെള്ളമില്ല എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കണേ കേട്ടോ. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ തന്നെ വെള്ളമൊക്കെ വറ്റിപ്പോക്കോളും. നല്ല ടേസ്റ്റ് ആവും. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം ഇത്തിരി വെള്ളം അധികമുള്ള കാരണം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടച്ചു വെക്കണം, എന്നാലേ വേവുള്ളൂ. ഇതിപ്പോൾ വെള്ളം നല്ലോണം ഉണ്ട്, വലിഞ്ഞോളും കിടന്ന്.